ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ കാറിന് കുറച്ച് കുഴപ്പമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ABSൻ്റെ സിഗ്നൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കാറിന് ഇങ്ങനത്തെ കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് സർവീസ് സെൻറ്ററിൽ പോയിട്ട് അത് സോൾവ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പനിയും വയ്യായികയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ABSൻ്റെ സിഗ്നൽ യൂഷ്വലി എന്തെന്നാന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോഴത്തേക്കാണെങ്കിൽ വീല് ലോക്കപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ABS. അപ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടപ്പോഴാണ് ഈ സിഗ്നൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഒരിക്കൽ നമുക്ക് ഇതേപോലെ വന്നിട്ട് നമുക്ക് സ്റ്റിയറിംഗ് പോലും പോകുന്ന വഴിക്ക് പെട്ടെന്ന് അത് ടേൺ ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ABSൻ്റെയൊക്കെ സിഗ്നൽ ഇങ്ങനെ ഇതേപോലെ വരുവാണെങ്കിൽ എന്തായാലും നമ്മൾ ഉടനെ കൊണ്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ സർവീസിന് കൊടുത്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര നേരം ആകുമെന്ന് പറഞ്ഞിട്ട് അവിടെ AC എനിക്ക് ഇരുന്നിട്ടെങ്കിൽ എനിക്ക് ഒട്ടും വയ്യാണ്ടത്തെ ഒരു ഫീലായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ചൂട് കോഫിയൊക്കെ അവിടെ നിന്ന് കുടിച്ചു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞാലേ ഇത് ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു ഓക്സിജൻ്റെ കടയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചെന്ന് പറഞ്ഞാൽ 2 സാധനങ്ങൾ മേടിക്കണം. ഒന്ന് അമ്മയ്ക്കൊരു തേപ്പോട്ടി, എൻ്റെ തൊണ്ട എപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊരു തേപ്പോട്ടി മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കേട്ടോ, കൊട്ടാരക്കരയാണ് നമ്മൾ ഈ സർവീസ് സെൻറ്ററിൽ യൂഷ്വലി വരുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെയുള്ള ഓക്സിജനിലാണ്. പിന്നെ അതേപോലെ നമുക്കൊരു ഹെയർ ഡ്രയർ വേണം കേട്ടോ. അപ്പോൾ അത് രണ്ടും മേടിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. ഒരു കണ്ണാടി കണ്ടാൽ പിന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്നൊരു കാര്യം, ഈ ഹെയർ ഡ്രയർ എന്തിനാന്ന് വെച്ചാൽ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ലക്കിക്ക് വേണ്ടിയിട്ടാണ്. അവരെ കുളിപ്പിക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഹെയർ ഉണ്ടായതുകൊണ്ട് തന്നെ ഹെയർ ഡ്രയർ വേണം. അപ്പോൾ അന്ന് നമ്മളൊരിക്കൽ അവനെ അവനെ നമ്മൾ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ ഈ ഹെയർ ഡ്രയറിൻ്റെ സൗണ്ടായിരുന്നു അവനെ ഏറ്റവും പേടി. അപ്പോൾ പൂച്ചകൾക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ചില പെട്ടെന്നുള്ള സൗണ്ടുകൾ ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പോൾ അന്നേ അവരുടെ അടുത്ത് പറഞ്ഞു വീട്ടിലൊരു ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അവരത് കുറച്ചായിട്ട് ശീലിക്കും. കാരണം ഇതിലും ഭയങ്കര സൗണ്ടാണ് നമ്മൾ ഈ ഗ്രൂം ചെയ്യുന്ന ഇടത്തിലേക്കുള്ള സൗണ്ട്. അതുകൊണ്ട് അന്ന് ഇതിൻ്റെ സൗണ്ട് അങ്ങോട്ട് കേട്ട ഉടനെ അവൻ പെട്ടെന്നെടുത്ത് ചാടാനും ഓടാനും ഒക്കെ തുടങ്ങി. അവർക്കത് ചെയ്യാനേ പറ്റിയില്ല. സോ പിന്നെ കൂട്ടത്തിൽ ഈ ചീരം നനയുന്ന പോലെ ഞാനൊരു സ്ട്രെയിറ്റ്നറൂടെ മേടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അതുകൂടെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ തേപ്പൊട്ടി അങ്ങനെ മേടിക്കേണ്ട സാധനങ്ങൾ 2 മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ലൈറ്റ് ഒരു വിശപ്പിൻ്റെ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഓക്സിജനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു വരുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ 12 മണിയായി. ഇനിയിപ്പോൾ എന്തായാലും ലഞ്ച് കഴിക്കണം. ഇപ്പോൾ ഇനി മിഡ് തീറ്റ ഒന്നും വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമ്മൾ എവിടെ പോയാലും ഇന്ത്യൻ കോഫി ഹൗസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ബിരിയാണി അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നൈസായിരുന്നു, നൈസ്. ഞങ്ങൾ 2 പേര് ചിക്കൻ ബിരിയാണി ആയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഈ ഇഞ്ചി മുട്ടായൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇങ്ങനെ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീണ്ടും സർവീസ് സെൻറ്ററിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കാറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കഴുകാൻ വേണ്ടി വീണ്ടും ലേറ്റാവുമെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു വേണ്ട, ഭയങ്കരമായിട്ട് എനിക്ക് നമ്മുടെ വാക്വമൊന്നും അടിക്കണ്ട, നമ്മൾ പോവാം അല്ലെങ്കിൽ ഇന്നും ലേറ്റ് ആവും എന്നുള്ള രീതിയിൽ. കാരണം എനിക്കിന്ന് സെക്കൻഡ് ഷിഫ്റ്റ് ജോലി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. കാരണം ഇനി നമുക്ക് ഇന്നൊരു സ്റ്റോപ്പ് കൂടെ ഉണ്ട്. കാരണം നമ്മൾ വണ്ടിക്ക് ക്യാമറ വെക്കാൻ പോകും കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏനാത്താണ് പോകേണ്ടത്. ഏനാത്താണെന്ന് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വേണം ഈ ക്യാമറ പരിപാടി ചെയ്യാൻ. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മൾ താഴെ കൊണ്ടുവന്ന വണ്ടിയൊക്കെ കാണിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് താഴ്ന്ന ക്യാമറ മേടിക്കണം കേട്ടോ. ക്യാമറ മേടിച്ചിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഡാഷ് ക്യാമാണ് മേടിക്കാൻ പോകുന്നത്. വില ഏകദേശം 12,000 സംതിങ് ആണ് കേട്ടോ ഡാഷ് ക്യാമിൻ്റെ വില. അപ്പോൾ ഇതെന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ചിലവർക്ക് ഇപ്പോൾ അങ്ങനത്തെ ഓരോന്നൊക്കെ കുഴപ്പങ്ങളുണ്ട്. ലൈക്ക് നമ്മുടെ വണ്ടിയുടെ മുന്നേ പെട്ടെന്ന് ഒരാളെടുത്ത് ചാടുക, എന്നിട്ടത് നമ്മുടെ കുറ്റമാക്കുക, അങ്ങനെ എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ നോക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാഷ് ക്യാം BP5050 വൈഫൈ. അപ്പോൾ നല്ലതാണ് കേട്ടോ സംഭവം. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ രണ്ടിൻ്റെയും വീഡിയോ ക്ലിപ്സ് നമ്മുടെ ഫോണിൽ കിട്ടും. അത് നമുക്ക് വേണ്ടുന്ന ക്ലിപ്സ് മാത്രം സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഇവിടെ ഇതിന് ക്യാമറ മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് നമ്മൾക്ക് മെമ്മറി കാർഡൊക്കെ മേടിക്കണം. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഫ്രണ്ടും ബാക്കും ക്യാമറ എല്ലാം.
ഈ ഫിറ്റിംഗ് ഒരു ലോങ് പ്രോസസ്സാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും ബാക്കിൽ നിന്നുള്ള വ്യൂവിന് 2 ക്യാമറ ഉണ്ട്. ഇത് 2 നമ്മുടെ അകത്തൂടെ വയറെടുത്തിട്ട് കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് ചെയ്യാൻ ഇച്ചിരി പരിപാടിയുണ്ട്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ സൈഡൊക്കെ ഇളക്കിയിട്ട് അതിനകത്തുകൂടാണ് ഈ വയർ ഫുള്ള് എടുത്ത് ബാക്കിലെ ക്യാമറയും 2ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വയ്യാത്തതുകൊണ്ട് കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്നിട്ട് ഞാൻ പിന്നെ സർവീസ് സെൻറ്ററിൽ മേലി കസ്റ്റമർ ലോഞ്ച് ഉണ്ട് കേട്ടോ, അവിടെ പോയി ഇരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ പോയി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പരിപാടികൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ക്യാമറ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എനിക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്, മൊബൈലിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നെറ്റ് വേണമെന്നില്ല, ഇത് ഓൾറെഡി ഇത് റെക്കോർഡ് ആയിക്കൊണ്ടേ ഇരിക്കും. പിന്നെ നമുക്ക് ഡൗൺലോഡ് ആക്കാനും പറ്റും കേട്ടോ. ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ആക്കാനും പറ്റും. ഇപ്പോൾ ഏതൊക്കെ ക്ലിപ്പാണോ നമുക്ക് വേണ്ടുന്നത് അത് ക്ലിപ്പാണ്. അപ്പോൾ നമ്മളൊരു ട്രാവൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വ്യൂ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അതേപോലെ തന്നെ പെട്ടെന്നൊരു ആക്ഷൻ, ലൈക്ക് പെട്ടെന്നൊരു ശബ്ദം, പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ വീണ്ടും അത് റെക്കോർഡ് ആവാനും തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരേ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അതേപോലെ SD കാർഡ് ഇടുകയാണെങ്കിൽ SD കാർഡിൽ നമുക്ക് വേണ്ടുന്ന ഏതാണോ വീഡിയോസ് ക്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പ്രൂഫായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ SD കാർഡ് ഇടേണ്ട എങ്ങനെയാണെന്ന് പുള്ളിക്കാരൻ എനിക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ അവിടെ ഒരു വയറുണ്ട്, അതിനകത്ത് നമ്മൾ 125 GB SD കാർഡാണ് മേടിച്ചിടേണ്ടത്. അപ്പോൾ അത് നമുക്കിനി മേടിക്കണം കേട്ടോ, അതൊരു ടാസ്ക്കാണ് ഇനി. അങ്ങനെ ഫിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പെർമിഷൻ എടുക്കുമ്പോൾ എടുത്തിട്ട് നമ്മൾ മണ്ണപ്പത്തി വന്നിട്ട് ഒരു ചെറിയ സ്നാക്കൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്ന് വൈകിട്ടൊക്കെ എൻ്റെ ജോലി സമയമൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്ത്, ദാറ്റ് മീൻസ് അമ്മയുടെ മാമൻ്റെ മോനും വൈഫും മക്കളും വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്തുനിന്ന്. അപ്പോൾ അവിടുത്തെ മോനാണെങ്കിൽ ലക്കിയുടെ കൂടെ കളിക്കുക. ആദ്യം അവർക്ക് ഇവൻ്റെ സൈസ് കണ്ടിട്ട് പേടിയായി അവനെ കണ്ടിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ കളിപ്പിച്ചാൽ മതി, അവൻ ഓക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുറേ നേരം ഇരുന്ന് കളിപ്പിച്ചപ്പോഴത്തേക്ക് അവനങ്ങ് സെറ്റായി കേട്ടോ. അങ്ങനെ ഒരു മയിൽപ്പീലി എന്തെങ്കിലും ഇതേപോലെ ഹാങ്ങിങ് സാധനങ്ങൾ കാണിച്ചാലാണല്ലോ അവൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത്. അങ്ങനെ അവരെല്ലാം വന്നപ്പോൾ ആൻറ്റിമാരും വന്നായിരുന്നു കേട്ടോ. സിന്ധൻ്റെയും ബിന്ദുവിൻ്റെയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആയിരുന്നു നമ്മുടെ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ അവർ കുറേ നേരം ഇരുന്നതിന് ശേഷം അവർ പോവുകയാണ്. അപ്പോൾ അവരിപ്പോൾ ആക്ച്വലി എറണാകുളത്ത് നിന്ന് എല്ലാവരുടെയും ബന്ധുക്കളെല്ലാം വീട്ടിൽ കുടുംബക്ഷേത്രത്തിൽ അങ്ങനെയൊക്കെ പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അതെങ്കിൽ കുറച്ച് ചെടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴേ. അപ്പോൾ ഇനി ഞാൻ ഉടനെ തിരിച്ച് പോകുന്നുണ്ട്. അമ്മ പറഞ്ഞു എനിക്കെന്നാ എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെളിയത്ത് ചെടിക്കടയിലാണ് കേട്ടോ പോയത്. അപ്പോൾ അത് അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പിയ്യപ്പള്ളിയിലോട്ട് അവിടെ ഒരു ചെടിക്കട ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോയതാണ്. അപ്പോൾ കോമഡി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെടിയുടെ കടയുടെ ആൾ അമ്മയുടെ ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റാണ്. അതേപോലെ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ളൊരു സാറുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തത്. ബൊഗെയിൻവില്ലയൊക്കെ ആയിരുന്നു കേട്ടോ എടുത്തത്. അപ്പോൾ അതൊക്കെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ട് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. ഇനി അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം ഇപ്പോഴത്തേക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഇനി അതൊന്ന് അറേഞ്ചൊക്കെ ചെയ്യണം. കാരണം നമുക്ക് പോകുന്ന വഴിക്ക് ബൊഗെയിൻവില്ലയൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ കുത്തി കയറുമല്ലോ. അതുകൊണ്ട് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓട്ടോയിൽ കൊണ്ടുവന്ന് തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഡേ അമ്മ അംഗൻവാടിയിലോട്ട് പോകുന്ന നേരത്താണെങ്കിൽ അമ്മ എനിക്ക് നാളെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ കാണിക്കാൻ നല്ലൊരു ആക്ഷൻ സോങ്ങൊക്കെ എനിക്ക് കാണിച്ചു തരണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചോദിക്കുമായിരുന്നു. അമ്മ ഞാൻ ജോലി ചെയ്യണം, അമ്മ റെഡിയായിട്ട് അംഗൻവാടിയിൽ പോകാൻ പോവാണ്. കേട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് പറ. അത് ആക്ഷൻ സോങ്, സ്റ്റോറി സോങ് ആണെന്ന് വെച്ചാൽ കഥപ്പാട്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ മമ്മിയുടെ അംഗൻവാടിയിൽ പഠിപ്പിക്കുന്ന ഒരു കഥപ്പാട്ട് കേൾക്കാട്ടോ. അമ്മ പറഞ്ഞൊരു കഥയാണേ, അൻപോട് കേൾക്കാൻ രസമാണേ, അവിടെയും ഇവിടെയും ഓടി നടന്നൊരു അണ്ണാൻ കുഞ്ഞിൻ കഥയാണേ. പണ്ടൊരു കാലം ശ്രീരാമൻ കണ്ടൊരു കാര്യം ചൊല്ലിടാം, ഇത്തിരിയുള്ളോരണ്ണാൻ കുഞ്ഞ് പണ്ടിലുരുണ്ട് കളിക്കുന്നു. എന്തേ വികൃതി കാട്ടുന്നു രാമൻ മെല്ലെ ചോദിച്ചു. മണ്ണു ചുമക്കും പണിയാണേ, ചിറയുടെ പണിയിൽ പങ്കുണ്ടേ. അരികിൽ വിളിച്ചു ശ്രീരാമൻ, അരികൊടുമാ
ഉണ്ണാൻ കുഞ്ഞിൻ പൂമേനിൽ അരുമയിൽ രാമൻ തഴുകി പോൽ കുട്ടികൾ നമ്മളതോർക്കേണം കണ്ടതിനൊത്തതു ചെയ്തിടാൻ വലിയവരായി തീർന്നീടിൽ ഈശ്വരൻ നമ്മോടൊത്തുണ്ടാം. താങ്ക് യു അപ്പോൾ അമ്മ റെഡിയാവാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ കൊല്ലത്ത് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. തൊണ്ട ചെറിയായിട്ടുള്ള ജലദോഷമാണ്, ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, ആവിയൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അമ്മയും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഡിന്നറും കഴിച്ചിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് വാട്ടർഫോൾ പോയില്ലേ, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. വാട്ടർഫോളിൻ്റെ പേരെന്തുവായിരുന്നു അമ്മ? വാട്ടർഫോളിൻ്റെ പേരെന്തുവാ? തൃപ്പരപ്പ്. ഞാൻ ഇതേപോലെ ചില വാക്കുകൾ പെട്ടെന്ന് മറന്നു കേട്ടോ. പണ്ട് എങ്ങനെയാണെന്നറിയോ, ഒരു ദിവസം രാത്രി ഞാൻ ജോൺ അബ്രഹാമിൻ്റെ പേരങ്ങ് മറന്നുപോയി. അപ്പോൾ എനിക്കങ്ങ് ഉറക്കം വരുന്നില്ല. അപ്പോൾ അന്ന് നമ്മുടെ ഈ സ്മാർട്ട് ഫോണോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കും ഇല്ല സ്മാർട്ട് ഫോണ്, ലാപ്ടോപ്പും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ നമുക്കിത് നോക്കാനൊരു വഴിയില്ല, എന്തുവാന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ ആ പേര് കിട്ടാതെ എനിക്ക് ഭയങ്കര പ്രശ്നം. എന്ന് വെച്ചാൽ ഞാനൊരു 8ലൊക്കെ പഠിക്കുന്ന സമയമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഉറക്കം വരാതെ ഞാൻ എന്നിട്ട് പോയി മോനിനെ ഉണർത്തിയിട്ട് മോനു എടാ മറ്റേ ധൂമിലെ വില്ലിൻ്റെ പേരെന്തോടാ? മോന് ഉറക്കത്തിൽ ജോൺ അബ്രഹാം. അത് കേട്ടപ്പോഴാട്ടോ എനിക്ക് ഉറക്കം വന്നു. അത് ഞാനിപ്പോൾ ആ തൃപ്പരപ്പ് ഞാൻ എപ്പോൾ പറയുമ്പോഴും ഞാൻ മറന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തതാണ്. അപ്പോൾ നിങ്ങളെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ഇന്നലെ കാറിന് വെച്ച ക്യാമറയ്ക്കകത്തൊരു SD കാർഡ് മേടിക്കണം ഇന്ന്. പിന്നെ അമ്മയ്ക്ക് കുറച്ച് സാധനം മേടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഡിന്നറാണ് മെയിൻ. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ നിങ്ങളെ ഡിന്നർ കാണിച്ചു തരാം. വേറെ ഒന്നും വലുതായിട്ട് കാണിക്കാനുള്ളതൊന്നുമില്ല. അപ്പം കൊല്ലത്ത് പോവുകയാണ്. സോ സീ യു അറ്റ് കൊല്ലം. ബൈ. അപ്പോൾ ഇത് സമയം വൈകുന്നേരമാണ് കേട്ടോ. സമയം പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട. ഇത് സമയം ഈവനിങ് ആണ്. കാരണം നമുക്കൊരു ഡിന്നർ പ്ലാൻ ഉണ്ട്. നമുക്ക് കൊല്ലത്തുള്ളൊരു നെയ്യല എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാം. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സൗത്തിഫൈ കൊല്ലം. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് അവിടെ നിന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും അമ്മയും ചേട്ടായിയുടെ ഫസ്റ്റ് വന്നതെന്ന് പറയുന്നത് നമ്മുടെ RP മാളിലാണ് കേട്ടോ. RP മാളിൽ വന്നിട്ട് നമ്മുടെ SD കാർഡ് മേടിക്കുകയാണ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള. ചേട്ടായിക്ക് പിന്നെ ഇങ്ങനെ കാറിൻ്റെ കാര്യങ്ങൾ മേടിക്കാനാണെങ്കിൽ പുള്ളി ഭയങ്കര ഉഷാറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ RP മാളിൽ തന്നെ താഴെയുള്ള നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജ്യൂസ് ഒരു ഗ്രീൻ ആപ്പിൾ ഗുവ ചേട്ടായിക്കും അങ്ങനെ 3 എണ്ണം മേടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് ചോളം വേണമെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ചോളം 100 രൂപയാണ് ചോളം. പക്ഷെ 100 രൂപയ്ക്ക് ഓക്കെയാണ്, നല്ലതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. യൂഷ്വലി എനിക്ക് ചോളം ഇഷ്ടമല്ല. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മധുരം ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് ചോളം ഇഷ്ടമല്ല. അതിനുശേഷം അമ്മയ്ക്കാണെങ്കിൽ ചെരുപ്പൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ആലപ്പുഴ ജിങ്കാന സിനിമ കാണാൻ പോവാണ്. അങ്ങനെ സിനിമയൊക്കെ കണ്ടു. സിനിമ നല്ല പൊളിയായിരുന്നു കേട്ടോ. നല്ല നൈസായിരുന്നു, ചിരിക്കാറുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിംഗ് പരിപാടിയൊന്നും നടന്നില്ലെങ്കിൽ സിനിമയൊക്കെ നന്നായിട്ട് കണ്ടിറങ്ങി. അപ്പോൾ കാരണം അമ്മയ്ക്ക് ചെരുപ്പ് പിടിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കിട്ടിയില്ല കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ നെയ്യലയിലോട്ട് വന്നു. നെയ്യല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം എന്നുണ്ട്. സീ ഫുഡാണ്. അപ്പോൾ സീ ഫുഡാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്കൊരു ഫീല് തോന്നി കേട്ടോ. അങ്ങനെ വന്ന് താഴെ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ കയറിയപ്പോൾ തന്നെ ആംബിയൻസ് വേറെ ലെവലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ, ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ ടുഡേ സ്പെഷ്യലുകളെല്ലാം അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു സീ ഫുഡ് പ്ലാറ്റർ മേടിക്കാനാണ് പ്ലാൻ. അതിനകത്ത് കുറേ സീ ഫുഡ് ഉണ്ടാവും എന്നാണ് ഞാൻ ആ ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടത്. അപ്പോൾ നമ്മുടെ പ്ലാൻ പടി എല്ലാം നന്നായിട്ട് നടന്നാൽ മതി, കൊള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് കുറേ നേരം നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്ത് വേണം ഏത് വേണം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു.
അങ്ങനെ സീ ഫുഡ് പ്ലാറ്ററാണ്. ഒരെണ്ണം മേടിച്ചാൽ മതി കേട്ടോ. ഒരു 3 പേർക്ക് ഓക്കെയാണ്. 3 പേർക്കേ പറ്റത്തുള്ളൂ കേട്ടോ. ഈ 3 കൂടുതൽ. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ 6 പേർക്കെന്നൊക്കെയാണ് ഈ ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടത്. ബട്ട് അത്രയ്ക്കൊന്നുമില്ല. ഒരു 3 പേർക്ക് നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റ് ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാറ്റർ. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ഒരു ലെമൺ റൈസ് ഉണ്ട്, ചീനിയുണ്ട്, പൊറോട്ടയുണ്ട്, പിന്നെ കണവ, കരിമീൻ, കാണുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, മീൻ കറി, പിന്നെ ഞണ്ട്, പ്രോൺസ്, അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ട്. പിന്നെ ഒരു സാലഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാറ്റർ. അപ്പോൾ എല്ലാവരും ഓരോ പൊറോട്ടയും എങ്ങനെ ഓരോന്ന് എടുത്ത് തുടങ്ങി. അതേപോലെ നല്ലൊരു ആവോലി വറുത്തത്, കരിമീൻ പൊള്ളിച്ചത്, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം സൂപ്പറായിരുന്നു, എല്ലാം നൈസായിരുന്നു. എനിക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഞണ്ടിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാനിരിക്കുന്നത്. എന്തുവല്ല അങ്ങനെ എല്ലാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനിയൊരു പ്ലാനുണ്ട്. നമുക്ക് സുഡിയയിൽ പോകണം കേട്ടോ. കാരണം നമുക്കൊരു യാത്രയുണ്ട്. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചേട്ടായിക്ക് എന്താ പറയുക, കുറച്ച് പാൻറ്റ് നോക്കണം. കുറച്ചൊന്നും നല്ല കേട്ടോ, ഒരു പാൻറ്റ് നോക്കണം എന്നുള്ള പ്ലാനോട് കൂടി നമ്മൾ കൊല്ലത്ത് തന്നെയുള്ള സുഡിയയിലോട്ട് വന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഷോപ്പിംഗ് ഒന്നുമില്ല കേട്ടോ. നമുക്കിനി പരിപാടിയൊന്നുമില്ല. പുള്ളിക്കാരൻ എടുക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. അപ്പം എന്നാലും ഞാൻ കയറിയൊക്കെ നോക്കി കേട്ടോ. എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഈ സ്മോളും എക്സലും മീഡിയവും എക്സ്ട്രാ സ്മോളുള്ളവർക്കൊക്കെ വേണ്ടി മാത്രമാണ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയുടെ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സൈസ് ഇച്ചിരി കൂടിയ ആൾക്കാർക്കുള്ള സാധനങ്ങളിലൂടെ അവിടെ കൊണ്ടുവന്നാൽ കൊള്ളാം. അപ്പോൾ നമുക്കതെങ്കിൽ ആക്ച്വലി 9 മണിക്ക് അവിടെ അടയ്ക്കും കേട്ടോ. അപ്പം എൻ്റെ ചേട്ടായി ഓരോന്നിട്ടിട്ട് എന്നെ കൊണ്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ 2 എണ്ണം എടുത്തിട്ടുണ്ട്, എനിക്കിഷ്ടമായിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു. അപ്പോൾ 9 മണിക്ക് അടയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം അവിടെ സമയമൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ എടുത്തു, നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.